ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളിവിടെ ബീഫും കൊള്ളിയും കൂടി ഇട്ടിട്ട് വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കൊള്ളിയും ബീഫും എന്നാണ് പറയാറ്. പക്ഷെ ഞാനിവിടുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടുള്ളത് കപ്പ ബിരിയാണി എന്നാണ് കേട്ടോ. എനിക്ക് കപ്പ ബിരിയാണി കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും കേട്ടോ. പണ്ടൊക്കെ ഞാൻ കപ്പ ബിരിയാണി കേൾക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ബിരിയാണിയിൽ കപ്പയൊക്കെ ഇട്ടിട്ടുള്ളതായിരിക്കും എന്നാണ് വിചാരിച്ചത്. എൻ്റെ ഓരോ മണ്ടത്തരങ്ങൾ. പിന്നെ ഞാനിവിടുന്ന് ഒരു പ്രാവശ്യം പുറത്തു പോയി കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാധാരണ ബീഫും കൊള്ളിയും തന്നെയാണ്. പക്ഷേ എനിക്കിഷ്ടമായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് അതാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായി കഴുകിയ ബീഫിലോട്ട് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 സബോള, കുറച്ച് വേപ്പില. ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ വെക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെയാണ് വെക്കാറ്. പിന്നെ അപ്പുറത്ത് ഞാൻ എൻ്റെ കപ്പയൊക്കെ കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ബീഫ് തയ്യാറാക്കാൻ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല, പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബീഫ് വയ്ക്കുമ്പോൾ ഞാനിങ്ങനെ ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ വയ്ക്കാറ്. അപ്പോൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സബോള ഇട്ടത്. നിങ്ങളുടെ ചെറിയുള്ളി തന്നെ മാക്സിമം അതിട്ട് വയ്ക്കുക, അതിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ ബീഫ് വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓയിലിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ബീഫൊക്കെ വയ്ക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊരു കാര്യം പറയാണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ 1-2 വീഡിയോ ഇട്ടപ്പോൾ അതിന് കോപ്പി റൈറ്റ് കിട്ടിയതിന് ശേഷം ഞാനിടുന്ന വീഡിയോസിന് ഷോർട്സൊക്കെ ഇങ്ങനെ ഫ്രീസായി നിൽക്കുകയാണ്. വളരെയധികം അത് വ്യൂവേഴ്സ് കുറഞ്ഞു പോയിട്ട്. അപ്പോൾ ഇനി ആദ്യം തൊട്ട് ഒന്നിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. എന്തോ എനിക്ക് ഈ ചാനലുകളായിരുന്നു ഒട്ടും മനസ്സിലായി. കാരണം അത്രയും ഞാൻ എഫേർട്ട് ഇട്ട് കൊണ്ടുവന്ന ചാനലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തുടർന്ന് അങ്ങോട്ട് വീഡിയോസൊക്കെ എല്ലാവരും ഫുള്ളും കാണണം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ബീഫിലിടുന്ന കുരുമുളക് പൊടിയൊക്കെ വീട്ടിൽ പൊടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ കുരുമുളക് പൊടി ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലത്തെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ പാക്കറ്റായിട്ട് മേടിച്ചിട്ടിടാണ് ചെയ്യുന്നത് കേട്ടോ. മസാലകളൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ പൊടിച്ചത് തന്നെയാണ്. ബീഫ് മസാല നമ്മൾ സെപ്പറേറ്റ് പൊടിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ബീഫ് വെക്കാൻ ശ്രമിക്കാട്ടോ എല്ലാവരും. അപ്പോൾ നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്, അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഇത് അടച്ച് വെച്ച് വിസിൽ ചെയ്യുമ്പോൾ തന്നെ വെള്ളം ഊർന്നിറങ്ങി വരുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നന്നായി കൂട്ടി തിരുമ്പുമ്പോഴാണ്. നമ്മൾ എപ്പോൾ ഏതൊരു ഇറച്ചി ആയിക്കോട്ടെ മീനായിക്കോട്ടെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ ആ പുരട്ടി കൊടുക്കുന്നത് ശരിയാവണം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7-8 വിസിലൊക്കെ നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചില സമയത്ത് 8 വിസിൽ കൊടുക്കാറുണ്ട്, ചില സമയത്ത് 9 കൊടുക്കാറുണ്ട്. എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ് ഇഷ്ടം. അതുപോലെ നമ്മൾ കൂട്ടി തിരുമ്മി കഴിഞ്ഞാൽ അപ്പം തന്നെ കയറ്റി നമ്മൾ വേവിക്കാൻ വെക്കരുത്. കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ചു കൊടുത്തില്ലേ, അതൊക്കെ കറക്റ്റ് അതിലോട്ട് ടേസ്റ്റ് കിട്ടാൻ നമ്മൾ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മളിവിടെ കൊള്ളിയൊക്കെ കഴുകിയിട്ട് ഇതേപോലെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊള്ളി എന്നാണ് കേട്ടോ പറയാറ് തൃശ്ശൂരിൽ. നിങ്ങളുടെ അവിടെയൊക്കെ ചിലപ്പോൾ കപ്പ അങ്ങനെ പല പേരും പറയുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ കൊള്ളി എന്നാണ് പറയുന്നത്. അപ്പം ഞാനത് കഴുകി ഇതേപോലെ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനൊരു 8 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വിസിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തുറന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിൽ വെള്ളം ആയിട്ടുണ്ടായിരിക്കും. അതിലോട്ട് നമ്മളിപ്പോൾ നേരത്തെ മാറ്റി വെച്ച കൊള്ളി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റ വിസിലടിക്കാൻ പാടുള്ളൂ. നമ്മൾ 2-3 വിസിലൊക്കെ അടിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അത്രയ്ക്ക് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒരു വിസിലടിച്ചു കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മൾ കപ്പ വേവിക്കാൻ വേവിച്ചതിന് ശേഷം തുറന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് പാകമായിരുന്നു. നല്ല ടേസ്റ്റുണ്ടായിരുന്നു, നല്ല മണമുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതുവരെ ട്രൈ ചെയ്യാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല, കാരണം എല്ലാവരും ഇതിപ്പോൾ വെക്കാറുണ്ട്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടർന്നുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.